ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അപ്പോസ്തലനായ പത്രോസ് താൻ 3 വർഷത്തോളം ശുശ്രൂഷിച്ച ദേശത്ത് നിന്നും കടന്നു പോകുമ്പോൾ അവിടെ തന്നാൽ സ്ഥാപിക്കപ്പെട്ട പല സഭകളുടെയും മൂപ്പന്മാരെ ഒരുമിച്ച് കൂട്ടിവരുത്തി അവർക്ക് വേണ്ടതായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നതായ ഒരു ചരിത്രമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് 17-ാം വാക്യത്തിൽ പറയുന്നത്. മിലത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. താൻ കടന്നു പോവുകയാണ്. അതിനു മുൻപായിട്ട് അവരോടുള്ള പ്രബോധനങ്ങൾ, അവർക്ക് വേണ്ട ആശ്വാസവചനങ്ങൾ, അവരെ കർത്താവിൽ ധൈര്യപ്പെടുത്തുന്നു. അതിനുശേഷമായിട്ട് അതിൻ്റെ 27 മുതലുള്ള വാക്യങ്ങളിൽ വീണ്ടും അവരോട് പ്രബോധിപ്പിച്ച് പറയുകയാണ്, ഞാൻ ഈ കഴിഞ്ഞ 3 വർഷം നിങ്ങളോടുകൂടെ താമസിച്ച് ദൈവത്തിൻ്റെ ആലോചന മുഴുവൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങളതൊക്കെ സൂക്ഷിച്ചു വേണം. കാരണം വലിയ പ്രതിസന്ധികളും അന്യ ഉപദേശങ്ങളും വിപരീത ഉപദേശങ്ങളും ഒക്കെ കടന്നു വരാവുന്ന സാഹചര്യത്തിലാണ്. അതിൻ്റെ 29-ാം വാക്യത്തിൽ പറയുന്നത്, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. പ്രവചനാത്മാവിൽ ദൈവസഭയ്ക്ക് നേരിടുവാൻ പോകുന്ന പ്രതിസന്ധികളെ മുന്നിൽ കൂട്ടി കണ്ടുകൊണ്ട് ആ പത്രോസ് അവരോട് ബുദ്ധിയുപദേശം കൊടുക്കുകയാണ്. അതുകൊണ്ട് ഉണർന്നിരിക്കണം. പിന്നീട് ഏറ്റവും അവസാനമായി പത്രോസ് ചെയ്യുന്ന ഒരു കാര്യം, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ അവരെ സമർപ്പിക്കുന്നു. അതാണ് നാം വായിച്ച കുറിവാക്യത്തിൽ. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കും. പത്രോസിന് ഭൗതികമായ ചില കാര്യങ്ങളെക്കുറിച്ചോ ഭൗതികമായ ചിലത് കൊടുക്കുവാനോ ഒന്നും തുനിഞ്ഞിട്ടില്ല. ആത്മീയമായി ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രത്യേകം പറയുന്നത് ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും. അതിന് മാത്രമേ നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള ആ വ്യക്തമായ അറിവ് പത്രോസിനുണ്ടായിരുന്നു. തന്നെ നിലനിർത്തിയത് പലയിടത്തും പത്രോസ് പറയുന്നുണ്ട്, എൻ്റെ പ്രതിസന്ധികളിൽ, എൻ്റെ ഭാരങ്ങളിൽ എന്നോടുകൂടെ എന്നെ ദൈവം സഹായിച്ചു. അവൻ്റെ വചനത്തിലാണ് ഞാൻ ആശ്രയിച്ചത്. അവൻ്റെ വചനം പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ പറയുന്നത്, നാം ഇരുളേറിയ അനുഭവങ്ങളിലൂടെ കടക്കുമ്പോൾ പ്രവാചക വാക്യം നമുക്കധികം സ്ഥിരമായിട്ടുണ്ട്. അത് ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വെളിച്ചം പോലെ ഹൃദയത്തിൽ കാത്തുകൊള്ളണമെന്നുള്ളൊരു ബുദ്ധിയുപദേശം പത്രോസ് തൻ്റെ ലേഖനത്തിലൂടെ തൻ്റെ വായനക്കാർക്ക് നൽകുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ദൈവവചനം. ആ ദൈവവചനത്തിനും നിത്യനായ സർവശക്തനായ സർവകൃപാലുവായ ദൈവത്തിന് മാത്രമേ ഏത് സാഹചര്യത്തിലും ഏത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും നമ്മെ സംരക്ഷിക്കുവാൻ, നമ്മെ സുരക്ഷിതരായി നിർത്തുവാൻ, നമ്മളെ സ്ഥിരതയോടെ നിർത്തുവാൻ കഴിയുകയുള്ളൂ എന്ന ആ ഉറപ്പ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. ക്രിസ്തീയ ജീവിതം നമ്മുടെ കഴിവിലോ ചില സംഘടനകളുടെ ബലത്തിലോ മുൻപോട്ട് പോകുന്ന ഒരു കാര്യമല്ല. കർത്താവിൽ, അവൻ്റെ കൃപയിൽ, അവൻ്റെ വചനത്തിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ളതാണ്. അത് നാം മുറുകെ പിടിക്കുന്നുവെങ്കിൽ, കർത്താവിനോട് ചേർന്ന് ഓരോ ദിവസവും വചനപ്രകാരം ജീവിപ്പാനായി നാം തീരുമാനിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും അഭിവൃദ്ധിക്ക് കാരണമായി തരും. പത്രോസ് അത് ആ ഒരു ഉറപ്പോടുകൂടിയാണ് അവിടെ പോകുന്നത്. പിന്നീടും വളരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പത്രോസ് അത് 36-ാം വാക്യത്തിൽ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ കരങ്ങളിൽ ദൈവവചനത്തിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിച്ച പത്രോസ് നമുക്കൊരു മാതൃകയും ഒരു വെല്ലുവിളിയുമായി തീരട്ടെ. നാം കടന്നു പോകുന്ന ഏത് പ്രതിസന്ധികളാണെങ്കിലും ഏത് ഭാരങ്ങളാണെങ്കിലും ഈ വചനം നമ്മെ ധൈര്യപ്പെടുത്തി ഈ വചനപ്രകാരം ജീവിക്കുവാനുള്ള വലിയ വെളിച്ചവും ധൈര്യവും നമുക്ക് തന്ന് നമ്മെ വഴി നടത്തട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഭൗതികമായ ചിലത് നൽകി അവരെ അനുഗ്രഹിക്കണമേ, ഭൗതികമായ സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തണമേ, അല്ലെങ്കിൽ അവരോട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരെ തൃപ്തിപ്പെടുത്തണമേ എന്നല്ല ഈ ഒരു പ്രാർത്ഥന. അവർക്ക് ആത്മീയമായി
ദൈവകൃപയിൽ നിൽക്കുവാനുള്ള കർത്താവ് പറഞ്ഞല്ലോ, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ അന്വേഷണം, നമ്മുടെ ആഗ്രഹം കർത്താവിങ്കിലേക്കാകട്ടെ. അതിനായിട്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ്.